നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച കോസ്റ്റൽ വില്ലേജിൽ നമ്മൾ നേരത്തെ KKF വേൾഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഫസ്റ്റത്തെയും സെക്കൻഡത്തെയും പാർട്ടിൽ ഇട്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു സീക്രട്ട് സംഭവമുണ്ട്. പക്ഷെ അത് കാണിക്കണമെങ്കിൽ കുറച്ച് പാടാണ്. നമ്മൾ ഇവിടെ പോകണം, മറ്റേ അത് പീസ്ഫുൾ ആക്കാതെ അവിടെ എത്താൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഒന്ന് സഹകരിക്കണം. ഞാൻ ഒന്ന് പീസ്ഫുൾ ആക്കുവാണ്. കാരണം നിങ്ങൾ ആ സംഭവം ഒന്ന് കാണിച്ചിട്ട് പിന്നെ ഞാൻ എന്ത് വേണമെങ്കിലും കാണിക്കാം. കോസ്റ്റൽ റിസോർട്ട്സ് മേടിച്ച് കൊടുക്കാം. ഓക്കെ, നമ്മളിവിടെ മൈൻക്രാഫ്റ്റിൻ്റെ ഷെയ്ഡറൊക്കെ മാറ്റി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ. ഇത് പാർട്ട് 3ൻ്റെ പാർട്ട് 4 ആണ്. പാർട്ട് 4, പാർട്ട് 3, പാർട്ട് 2 അല്ല. ഓക്കെ. എനിക്ക് റിയൽ മൈൻക്രാഫ്റ്റ് കയ്യിലില്ല. റിയൽ മൈൻക്രാഫ്റ്റ് എന്ന് വെച്ചാൽ മറ്റേ ബെറ്റയില്ലേ, മറ്റേ ബെറ്റ അല്ലാത്ത വേർഷൻ ഇല്ല, അതില്ല കയ്യിൽ. ഈ ബെറ്റ വേർഷൻ കഴിയുകയാണെങ്കിൽ നമുക്ക് റിയൽ മൈൻക്രാഫ്റ്റ് ഉണ്ടാക്കാം. ബോണസ് ടെസ്റ്റ് കയ്യിലുണ്ട്. യെസ്, എല്ലാം കിട്ടി. ഒരു ഇതിരെ വാരിയെടുത്തോ. ഓയ്, ഞാൻ ചെയ്യാത്തോന്നു. നമ്മളൊക്കെ ഇവിടെ ഇതുണ്ടാക്കുക. ഇത് വേണ്ട, ഇതും വേണ്ട. പിക്കാക്സ് വേണം, ഇതും വേണം. പിന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്. ഇത്രയും മതി. എൻ്റെ ടോർച്ച് ഇവിടെ അല്ലേ. നമ്മൾ ഇത് എന്തിനാ ഇവിടെ എനിക്കൊന്നും വേണ്ട പോവുക. പേപ്പർ ഉണ്ടാക്കാൻ ഉപയോഗമായി. നമ്മൾക്ക് പേപ്പറൊന്നും അല്ല പ്രധാനം, ഞാൻ സംഭവം കാണിക്കണം. എന്നിട്ട് എനിക്ക് മറ്റേ ഇതാക്കാൻ ഈസി. ആടൊക്കെ കളിക്കാൻ വലിയ പാടാണ്. ഓക്കെ, നമ്മൾ ഇവിടെ കോസ്റ്റലിൽ നമ്മളെപ്പോഴും വേരുണ്ടാക്കുന്ന ഒരു പോയിന്റ് നിങ്ങൾക്കറിയാലോ. വെയിറ്റ്, എൻ്റെ ഭക്ഷണമല്ലേ ഇത്? ഇനി മേലാൽ എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. പക്ഷെ കണ്ടുപോയില്ലേ, എന്ത് ചെയ്യാനാ? നമ്മളെ വെള്ളത്തിൽ ചാടി രക്ഷപ്പെടാമെന്ന് വിചാരിക്കുക. ഞാൻ പീസ്ഫുൾ ആകുന്നു. എനിക്ക് വെള്ളത്തിൻ്റെ അടിയിൽ വരെ പോവാൻ. ആ ഡ്രോണിനെ കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. കോഴീനൊന്നും എനിക്കിപ്പോൾ വേണ്ട. ആ മുന്നിൽ കൂടെ എസ്കേപ്പ് ആയൊരു ഷീപ്പ് ഉണ്ടായിരുന്നല്ലോ, അയാളെന്ത് ചെയ്യേ? ഓനെ ഞാൻ കണ്ടുപിടിച്ചിട്ട് പിടിക്കും. സാരമില്ല, പോണെങ്കിൽ പോട്ടെ. അങ്ങനെ വിട്ടു കൊടുക്കുന്നില്ല. എവിടെ എൻ്റെ ഷീപ്പ്? ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഷീപ്പ് എന്ത് ചെയ്യേ? എൻ്റെ ഷീപ്പ് എന്ത് ചെയ്യേ? ഇവിടെ കുറേ ഷീപ്പുകളുണ്ടായിരുന്നു. എനിക്ക് ബെഡ് ഉണ്ടാക്കണമെങ്കിൽ ഈ അരേര വേണം. ഷീപ്പ് എന്ത് ചെയ്യേ? ഷീപ്പ് ഇവിടെ വല്ലതും ഉണ്ടാവുമോ? ഷീപ്പല്ല, കുഴപ്പമില്ല, കിട്ടിയത് കിട്ടി. അവിടെ അതൊക്കെ വെറുതെ എൻ്റെ അടുത്തൊന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. ഞാനത്രയ്ക്ക് നല്ലവനൊന്നും അല്ല. അയ്യോ, നമ്മൾ കാര്യം വിട്ടുപോയി. ബെഡൊന്നും അല്ല നമുക്ക് പ്രധാനം. വല്ലവരുടെയും വീട്ടിൽ നിന്ന് പൊട്ടിച്ചേക്ക് ബെഡ് ഉണ്ടാക്കാം. ഇത് ഇവിടെയാണ് പൊട്ടിക്കേണ്ടത്. മറ്റേ ഈ സംഭവമില്ലേ, ഈ ഗ്രോബ കയ്യിൽ ഡേർട്ട് പോലും ഇല്ല. അത്രയ്ക്ക് മൂവിയായോ? അങ്ങനെ അങ്ങ് ആവാൻ പാടില്ല. നമ്മളിവിടെ എനിക്കെങ്ങനെയാണെന്നറിയാം സംഭവം മനസ്സിലായത്. ഇവിടെ എന്താ എൻ്റെ പേര് മൈൻഷാഫ്റ്റ് ആയും അങ്ങനെ തന്നെ ഉണ്ടാകുന്ന തോന്നുന്നു. കുറേ കുറേ യൂട്യൂബേഴ്സ് പറയാറുണ്ട് മൈൻഷാഫ്റ്റ് എന്നാണ്. അത് മറ്റേ സ്പോണറില്ലേ, മോബ് സ്പോണർ, ആ സംഭവം അതിൽ കണ്ടായിരുന്നു. എൻ്റെ വേറൊരു മൊബൈലുണ്ടായിരുന്നു, അതിൽ ഞാൻ കണ്ട ആ സംഭവം. അതിവിടെ എവിടെയാണ് ലാവ പോയിൻ്റ് കണ്ടുപിടിക്കണം. ലാവ ഇവിടെ എവിടെയാണ്? ഇങ്ങനെ പൊട്ടിക്കുക.
ഒരു രക്ഷയും കാണാൻ പറ്റാനുള്ള. ഇപ്പം കാണാം. എനിക്ക് പിന്നെ ഒരു ടോർച്ചേ ഉള്ളു. കുറച്ചും കൂടി പൊട്ടിക്കാം. മോരെ ഇവിടെ മതിയെന്ന് തോന്നുന്നു. ഇത്രയും ദൂരമൊക്കെ മതി. ഇവിടെ പൊട്ടിക്കണം. ഇവിടെ പൊട്ടിക്കുമ്പോൾ അപ്പുറത്തെത്തുമ്പോൾ ഇപ്പുറത്തെത്തും. അയ്യോ, ഇനി ഇത് പൊട്ടിക്കാൻ കുറച്ച് പാടാണല്ലോ. എത്താറായെന്ന് തോന്നുന്നു. ഈ സ്റ്റോണൊക്കെ അവിടെ എന്താ എവിടാ കുറെ ഞാൻ പൊട്ടിക്കണം. എൻ്റെ പിക്കാക്സ് പൊട്ടറേ. എനിക്ക് വയ്യ. ഇവിടെ ആ സംഭവം എവിടെയാണെങ്കിലും ഞാൻ കണ്ടെടുത്തു. ഓക്കെ, ഇവിടെ വെച്ചു. ഓക്കെ, ഇനി നമ്മൾ എല്ലായിടത്തും ഇട്ടു തിരിതിരെ പൊട്ടിക്കാൻ പോവാം. അപ്പം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. പൊട്ടിച്ചു. അപ്പം നമ്മുടെ പിക്കാക്സ് പൊട്ടാറായില്ലോ. ടാക്കൊന്നും നമ്മളിതുവരെ കണ്ടുപിടിച്ചില്ല. ഇല്ല, ആ സാധനം കാണുന്നില്ല. ആ കുന്തറണ്ണ കാണുന്നില്ല. വിശക്കാണ്ട് വെള്ളം കഴിക്കാം. എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. പിക്കാക്സ് കയ്യിലില്ല, അതുകൊണ്ട് ഹങ്കറോ. ഓക്കെ, അതിപ്പോൾ ഇവിടെ ആയി. ഇനിയാണ് രസം. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടല്ലോ. സ്റ്റിക്കില്ല. സ്റ്റിക്കുണ്ട് ഒരെണ്ണം. ഒരു വാള് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഒരു സ്റ്റിക്കും കൂടി വേണം. ഒരേ ഒരു സ്റ്റിക്ക് മതി. സോറി വില്ലേജർ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് വേണ്ടിയെന്ന് വെച്ചല്ല, എമർജൻസി കാരണം. ഉണ്ടാക്കി സ്റ്റിക്ക് എന്തിയേ? ഒരു 10,000 സ്റ്റിക്കുണ്ട്. 9 സ്റ്റിക്കൊക്കെ മതി എനിക്ക്. ഇതൊക്കെ ധാരാളം. ഫെർണൈസ് ഫെർണൈസ് ഉണ്ട്. വേറെ എന്തൊക്കെയോ തേങ്ങയുണ്ട്. പിക്കാക്സ് ആട്ടെ ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട. പിക്കാക്സ്, ഒരു പിക്കാക്സും കൂടി ഒരു വാളും കൂടി, ഇത്രയും മതി എനിക്ക്. ഓക്കെ, ഇത് വെട്ടിക്കോ. ക്രാഫ്റ്റിംഗ് ടേബിൾ വേറെ എവിടെ ഇങ്ങോട്ടേ വെക്കേണ്ടതാണ്. ഈ സാധനം ഇനി ഞാൻ ഉപയോഗിക്കില്ല. ഇത് മതി. ആദ്യം ലൂബ് സാധനം വെച്ച് പൊട്ടിക്കുക, പിന്നെ പതിയെ പ്രോയിലേക്ക്. നമുക്ക് താഴോട്ടേക്ക് പോയാലോ എന്നെനിക്കൊരു തോന്നല്. ലാവാ പോയിന്റ് താഴെ കൂടെ പോയാലും കിട്ടും. നമ്മൾ അപ്പുറത്തെത്താനാണ് നമ്മുടെ തീരുമാനം. അപ്പുറത്തോട്ടേക്കാണ് പോകേണ്ടത്. യെസ്, അയേൺ കിട്ടി. അയേണുണ്ട് കയ്യിൽ. അയ്യോ, ഇത് വെച്ച് പൊട്ടിച്ചാൽ നമുക്ക് കിട്ടില്ല സംഭവം. ഇത് വെച്ച് പൊട്ടിക്കണം. അങ്ങനെ ഈ സാധനം വെച്ച് പൊട്ടിച്ചാലാണ് കിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? എനിക്കൊരു സംഭവം, ഒരു കുന്തവും കാണാൻ പറ്റണ്ട. ഒരു ജസ്റ്റ് ടോർച്ച് വെച്ച് നോക്കാം. അയേൺ ഇപ്പുറത്തുണ്ട്. അയേൺ. അയേൺ വീണ്ടും ഒരു അയേൺ. നമുക്ക് അയേണിൻ്റെ മല ഇതാണല്ലോ. അയേണിൻ്റെ മേള നിറച്ച് അയേൺ കിട്ടി. ഇപ്പോൾ കയ്യിലൊരു ഡേർട്ട്, ഒരു സ്റ്റോണ്, എല്ലാം പോയി. ഇനി ഇവിടെ എങ്ങാണ്ടാ എത്തി. ലാവ. യെസ്, നമ്മളവിടെ എത്തി. ചാവാണ്ടിരുന്നാ മതി. യെസ്, നമ്മളവിടെ എത്തിട്ടോ. ഇനി
തോണ്ട കോള് കണ്ടിട്ട് കൊതിയാണ്. പക്ഷെ ഇത് സാധനം വേണ്ട 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 ഇത് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട. പണി വാള് ഇത് കോളിൻ്റെ ഓറാണ് ഞാൻ പൊട്ടിച്ചത്. അപ്പോൾ എൻ്റെ കയ്യിലൊരു സ്റ്റോൺ ഉണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ടിൽ കയറ്റി വെക്കുക. ഇവിടെ ചാടുക, ഇവിടെ ചാടുക, ഇവിടെയും അയ്യോ ഞാൻ ഇപ്പോൾ ചാവും. പൊട്ടങ്ങോട്ട്. ഞാൻ ഇപ്പോൾ വിചാരിച്ചു കത്തി വേണ്ടാന്ന് പറഞ്ഞതാ. വേണ്ട, ചാവല്ലേ ചാവല്ലേ ചാവല്ലേ. ഞാൻ ഭാഗ്യ ആൾക്കാരെല്ലാം കണ്ടിട്ടുണ്ടോ? ഇവിടെ 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 എവിടെയാ തോണ്ടേ? കിട്ടി. ഇവിടെ കിട്ടിപ്പോയി. തോണ്ട ഇവിടെ കുറേ ബോണും ഈ കുന്തൊക്കെ കിടക്കണുണ്ടോ? അത് ഈ സ്ട്രിങ് ഇവിടെ ഞാൻ കണ്ടതാണ്. ഞാൻ പറഞ്ഞതാ ഇവിടെ ആ സംഭവം ഉണ്ടായിരുന്നു. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്തോ. എനിക്ക് ഹോഴ്സ് ആർമർ കിട്ടിയില്ലേ? എനിക്കൊരു ഹോഴ്സിനെ വേണം. അയ്യോ ഞാൻ ഇതിൽ പെട്ടുവോ? ഇല്ല അല്ല ഈ സാധനം അല്ല ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ട്. പൊട്ടിച്ച് നോക്കട്ടെ. നേരത്തെ മറ്റേ മൊബൈലിൽ ഇവിടെ എന്തോ കണ്ടായിരുന്നു. മറ്റേ ആ മോൺസ്റ്ററിൻ്റെ ഒരു മോപ്സ് ഇല്ലേ, ആ സാധനം പൊട്ടിച്ചപ്പോൾ എനിക്ക് കുറേ XP കിട്ടിയായിരുന്നു. ഇതില്ലേ XP ഇല്ലേ? പിന്നെ ഞാൻ ഇത്രയും പൊട്ടിച്ചേ. ഇത് കിട്ടേണ്ടത് കിട്ടി. നമുക്കെന്നാൽ ഇത്രയൊക്കെ മതി. ഒരു സംഭവം കാണാമല്ല. കോളിഞ്ഞൊക്കെ ഇത് കൊടുക്കുക. നമ്മൾ ഇതേ കൂടെ അങ്ങ് പോവുക. ലാവേ കൊള്ളരുത്. ഇവിടെ ഇട്ട് വെറുതെ ഇട്ട് മൂടുക. യെസ്, ഇങ്ങനെയാണ് ലാവ. ലാവ പതിയെ സ്റ്റോൺ ആവുന്നുണ്ട്. നമുക്ക് ഈ കോള് പൊട്ടിക്കണം, എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെ പൊട്ടിക്കുമെന്നാണ് എനിക്കൊരു ഐഡിയ ഉണ്ട്. വേണ്ട, ഊളെടുക്കണ്ട. ഊളെടുത്താൽ പണിവാളും. യെസ് ഇവിടെ തന്നെ നിങ്ങളെത്തി. പൊട്ടിച്ചു. ഇതും പൊട്ടിച്ചു. എനിക്ക് XP ഇട്ടുണ്ട്. കുറച്ചായിട്ട് തലമണ്ടയിൽ വരുന്നുണ്ട്. തലമണ്ടയുടെ സൈഡിൽ വരണം, തലമണ്ടേൻ്റെ ഫ്രണ്ടിൽ വരണം, തലമണ്ടേൻ്റെ ഇപ്പുറത്ത് വരണം. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി താഴത്തെ ഒരു ഇതില്ലേ, താഴെ ഉണ്ടല്ലേ. പൊട്ടിക്കണ്ട. നമ്മുടെ കയ്യിലാകെ നമ്മൾ വീഴാറായോ? ചാവാറായോ? ടോർച്ചില്ല, ഒന്നും കാണുന്നില്ല. പണ്ടാല് ഓക്കെ, ഇപ്പം കാണാല്ലേ. ഇപ്പുറത്ത് ഒരു സ്റ്റോണും കൂടി വെക്കുക, ഇവിടെ ഒരു സ്റ്റോണും വെക്കുക. ഇങ്ങനെ എനിക്ക് കയറിപ്പോം. ഓക്കെ, എനിക്ക് ഇതിങ്ങനെ പൊട്ടിക്കാം. ഇത് പൊട്ടിച്ചു, ഇതും പൊട്ടിച്ചു. ഇപ്പോൾ ഒരു പ്രേതങ്ങളുടെ ശല്യം ഇല്ലാത്തതുകൊണ്ട്, പിശാചുകളുടെ ശല്യം ഇല്ലാത്തതുകൊണ്ട് നമുക്കെല്ലാം സിമ്പിളായി പൊട്ടിക്കാൻ പറ്റും. സാധനം കാണിച്ച് നിങ്ങൾക്ക് ഇഷ്ടമായവർ കമൻ്റ് ഇടുക. ഐ ലൈക്ക് ഇറ്റ് എന്നും പറഞ്ഞുകൊണ്ട്. ഇത് റോ കോപ്പർ അല്ലേ? ഇത് വെച്ചാൽ എനിക്ക് ചൂലുണ്ടാക്കാമല്ലോ. കിട്ടിയില്ലേ? അയ്യോ, എനിക്ക് ഒരു സംഭവം കാണാൻ മേല. ഇപ്പോൾ കുറച്ചൊക്കെ കാണാം. ഇപ്പം കാണാം. ആ വെളിച്ചം. അയ്യോ, അത് മേളിലാണ്. ഞാൻ ഇങ്ങനെ ഇവിടെ എത്തിയേ.
സ്റ്റോൺ എടുക്ക്. സ്റ്റോൺ എടുക്ക്. കയ്യിൽ ഊള് കളയണോ? എന്ത് ഊളായാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് വീട്ടിൽ എത്തിയാൽ മതി. ഒരു കുന്തവും കാണാൻ മേല. ഓക്കെ, ഇപ്പം കാണാം. നമ്മളിത് കഴിഞ്ഞിട്ട് എങ്ങോട്ടേക്കാണ് പോവേണ്ടതെന്ന് എനിക്കറിയില്ലാത്ത ലാവ. നമ്മളിപ്പോൾ ഇത് മുകളിലോട്ടേക്കാണ് വേണ്ടേ. കയ്യിലൊരു സംഭവം ഇല്ല. ഇനി മുകളിലോട്ടേക്ക് ഞാൻ കയറണോ? അല്ല, ഇവിടെ ഒരു വഴിയുണ്ട്. അത്രയുള്ള. അപ്പോൾ എനിക്ക് ഇതിൽ കൂടെ മുകളിലോട്ടേക്ക് കയറാം. യെസ്, അത് തന്നെ. അപ്പം ഇത് കൂടെ യെസ് അവിടെ എത്തി. നമ്മളവിടെ എത്തി. ടോർച്ച്. ആ വെളിച്ചത്തിലേക്ക് പോകണ്ട്. സ്പീഡി. എത്തിയില്ലേ? അല്ല, അപ്പോൾ നമ്മുടെ പുറത്തോട്ടേക്കുള്ള വഴിയോ? പെട്ടോ? ഓ ഇല്ല, പെട്ടിട്ടില്ല. പക്ഷെ രാത്രി ആയതുകൊണ്ട് നമ്മൾ പെട്ട്. നമ്മൾ ഇനി രാവിലെ പോയി ഈ ടോർച്ചൊക്കെ എടുക്കണം. ഇത് പരിപാടിയാണ് നമുക്ക്. ഓക്കെ, പക്ഷെ ഞാൻ മിഷൻ കംപ്ലീറ്റ് ആക്കിയേ. അയ്യോ, ഞാൻ അവിടെ എങ്ങനെ എത്താനാ? ചാടിപ്പോവാൻ ഇനിയും ചാടണം. കയ്യിൽ 2 ബ്ലോക്കേ ഉള്ളൂ. തോണ്ട ഒരുത്തൻ. ഓയ്, മേളിൽ നിന്ന് മാറിക്കടാ. ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവരും. ശരി, ഞാൻ പോവാണേ. എനിക്ക് മനുഷ്യന് ഉറക്കം വന്നിട്ടില്ല. നിങ്ങൾക്ക് ഈ രാത്രിയൊന്നും ഉറക്കമില്ലേ? ഉറക്കമില്ലെങ്കിൽ നല്ലതാ. എനിക്ക് ഉറങ്ങാലോ. എന്തോരം കഷ്ടപ്പെട്ട് ക്ഷീണിച്ചു എന്നറിയോ. ഇനി ആർമറൊക്കെ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യാനാന്ന് പറ. നമ്മുടെ സൂര്യനൊക്കെ നോക്കി ഷെയ്ഡർ കാരണം നോക്കിക്ക എന്ത് രസം. നമ്മൾ സംഭവമൊക്കെ വിട്ട് പോവാ. നമ്മൾ ഇതൊരു ലോങ് വീഡിയോ ആക്കാനാണ് എൻ്റെ തീരുമാനമെന്ന് ഞാൻ പറയത്തില്ല. കാരണം ഇത് കുറേ സമയം എടുക്കുന്നുണ്ട്. കുറേ സമയം എനിക്കില്ല. ആർമർ, വാവ്, കോലടിച്ചു. ഇത് മറ്റേ വേൾഡിൽ എനിക്ക് ഈ വേൾഡിലെല്ലാം കുന്തറാണ്ടോ എനിക്കറിയാം. പക്ഷെ എനിക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടില്ല. ഓക്കെ, സ്റ്റോറേജ് ഫുള്ളായി കിടക്കുക. അപ്പോൾ എനിക്ക് പാൻറ് കിട്ടിയിട്ടില്ലേ? ഈ സാധനം ആരാടെ ഇവിടെ കൊണ്ടുപോയി വെച്ചേ? ഇതെനിക്ക് വീട്ടിലേക്ക് വെക്കാനുള്ള സാധനമാണ്. ഓടിക്കോ. ഇവിടെ വയ്ക്കുക. ഈ കുന്തറാണ്ട് എന്തിയെ? അത് ഇവിടെയും വെക്കുക. ഈ സാധനം എടുക്കുക. 2 എണ്ണം ഇവിടെയും വെക്കുക. ഒരെണ്ണം ഇതിൻ്റെ തലമണ്ടയ്ക്കും വെക്കുക. കുനിഞ്ഞ് ഇതിൻ്റെ മുകളിൽ കയറി വെക്കാൻ പറ്റും. കണ്ട, ഇതാണ് എൻ്റെ ഇത്. ഓക്കെ, ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു. മാറിക്കോ. ഭയങ്കോളം കണ്ടോ ആവും. യെസ്, കിട്ടി. എല്ലാം കിട്ടിയോ? എല്ലാം കിട്ടി. നമ്മൾ ഇതാ കൊണ്ടുപോകും. ഇതിടട്ടെ. നമ്മുടെ കയ്യിൽ കുറച്ച് അയണും കൂടി ഉണ്ട്. അപ്പോൾ ആർമർ ചിലപ്പോൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഈ അയണുണ്ട്. പിന്നെ നമ്മുടെ അയൺ നഗ്ഗറ്റ്, റോയണ്, അതാണ്. അതും കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആർമർ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇതിടുക. എന്താ മരമാണോ? മരം തന്നെ. ചേട്ടൻ അങ്ങോട്ട് ചൂടാവടെ. അത് കഴിഞ്ഞിട്ട് ഇത് വെക്കണം. കോപ്പർ. അത് കഴിഞ്ഞാൽ ഒരു കോഴിത്തൂവലും വേണം. എന്നാൽ കഴിഞ്ഞാൽ നമുക്ക് ബ്രഷ് ഉണ്ടാക്കാൻ പറ്റും. വെരി ഇത്. അതുപോലെ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൽ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാം അല്ലേ? തലയിലിടുന്ന സാധനം ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ നമുക്ക് ഷിയേഴ്സ്, തലയിലത്തെ ഹെൽമെറ്റ് അതും ഇട്ടു. ഷിയേഴ്സ് വെച്ച് നമുക്ക് മറ്റേ ബെഡ് ഉണ്ടാക്കാനേ.
എല്ലാവരുടെയും ബെഡിൽ എപ്പോഴും താമസിക്കുന്നവരല്ല ഈ നമ്മൾ. ഫർണീച്ചറല്ലേ നോക്കണ്ട. ഓയ് ഓയ് ഓ, കയ്യിലെ മരം തീർന്ന് ഒരു മരവും കൂടി ഉണ്ട്. ആ മരവും തീർന്ന് ക്യാക്ടസ് വെക്കാൻ പറ്റില്ല. സ്റ്റോണും വെക്കാൻ പറ്റില്ലേ? കോബിൾ സ്റ്റോണും വെക്കാൻ പറ്റില്ലേ? കോള് അയ്യോ വേണ്ട, കോള് ഞാൻ കഷ്ടപ്പെട്ടെടുത്തതാ. ഊള് വേണ്ട 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 വേണ്ട. കോപ്പർ അതും വേണ്ട. പിന്നെന്ത് വേണം? സോറി, ആരെയും കാണുന്നുണ്ടോ തമ്പുരാനെ? ഇതിൻ്റെ വീടിൻ്റെ ഉടമസ്ഥൻ എന്നെ നോക്കാതെ ഇരുന്ന എവിടെ ഉണ്ടോ? ഇല്ല 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 ഇല്ല, താനിവിടെ ഉണ്ടേലും ഇല്ലേലും എനിക്കൊരു ചുക്കും ഇല്ലടോ. അല്ല, കാട്ടിൽ മരം ഇല്ലായിരുന്നോ? അതിൽ നിന്ന് എനിക്ക് എടുക്കാമായിരുന്നല്ലോ. എന്തിനാട്ടെ, എനിക്കെന്താ. ഓക്കെ, അവിടെ ഞാൻ തന്നെ ഇപ്പം മരം വെട്ടിയത്. ഞാൻ മറ്റേ ഇതിലേക്കിടാൻ. ഇടുക. നമുക്കതൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുക. നെഞ്ചത്ത് വെക്കണ സാധനം കൂടി വെച്ചാൽ മതി. നമ്മൾ വലുതായി. അതിങ്ങനെ വെറുതെ ഇത് ചൂടാവണം വരെ കാത്തിരിക്കുമ്പോഴേക്കും നാളെ രാവിലെയാവും. അപ്പോൾ നമുക്കതിന് പകരം എന്തൊരു അഡ്വഞ്ചറസ് ചെയ്യണം. അല്ല, ഈ ലാർജ് ഗസ്റ്റിലേക്ക് ഇതെല്ലാം എടുത്ത് വെച്ചാൽ പോരെ? വെറുതെ തന്നെ അത്രയും ശേഖരിച്ച് വെക്കണം? വെറുതെ സ്റ്റോറേജ് ഫുള്ളാക്കാനോ? അയ്യോ, ഷിയേഴ്സ് വെക്കല്ലേ, എനിക്ക് ബെഡ് ഉണ്ടാക്കണ്ടേ. ഒഴിച്ചറമർ ഏതെങ്കിലും ഒഴിച്ചതിനെ പിടിച്ചിട്ടായാലും ഞാനെന്തായാലും ഒഴിച്ചറമർ ആരുടെയും പുറത്ത് വെക്കും. എൻ്റെ പൊന്നെ, അയ്യോ അയൺ മാറ്റല്ലേ, ഇത്രയൊക്കെ മാറ്റി വെക്ക്. ഫർണേഴ്സ് ഇത്രയും നേരമായിട്ട് ചൂടായോ? ഇത് കഴിഞ്ഞ് മറ്റേ അപ്പോൾ നമ്മളെ കയ്യിൽ 4 അയണേ ഉള്ളൂ. ഇതിനെത്ര അയണാണ്? അയ്യോ, അയൺ ഗോളത്തിനെ കൊല്ലുമല്ലാണ്ട് വേറൊരു പരിപാടിയില്ല. ഇത് അയൺ ഗോളം? വേണ്ട. വെറുതെ പോയി അടി വാങ്ങിക്കുന്നതിനെക്കാളും ഭേദം ഇവിടെ എന്തൊക്കെയോ അയണുണ്ട്. ഇത് മറ്റേ വേറെ സ്ഥലമാണ്. തോണ്ട വേറെ സ്ഥലമാണ്. തനിക്കെന്തോ അവിടെ ഇവിടെ? ഈ ബ്ലാക്ക് സ്മിത്തിൽ 2 ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്. ഇതിൽ ഒബ്സീഡിയൻ കണ്ടോ? ഈ ഒബ്സീഡിയനുള്ള ഇവിടെ ഇതുണ്ടാവും എന്തായാലും. എനിക്കറിയായിരുന്നു. പക്ഷെ പാൻറ് ഇത് പിന്നെന്താ എനിക്ക് കിട്ടിയത്? എവിടെ അയൺ? 9. മാറിക്കടോ. വന്നേക്കണം സ്ലോ മോഷൻ ഹീറോയിസം കാണിച്ചുകൊണ്ട് പോകണോണ്ട്. എവിടെ? നമ്മൾ ഫുള്ളായി. നമ്മൾ വെറുതെ ഉള്ളവനല്ല. ദൈവം നമ്മുടെ കൂടെ നിൽക്കൂലല്ലേ. ഒരു ബക്കറ്റും കൂടി ഉണ്ടാക്കാനുള്ള അയൺ ഉണ്ടായിരുന്നു. അതും ഞാൻ നശിപ്പിച്ച് കളഞ്ഞു. നമ്മുടെ കയ്യിൽ ഒരു സ്റ്റിക്കും കൂടി ആണെങ്കിൽ മോപ്പ് തയ്യാറാണെങ്കിൽ ആദ്യം ഇല്ല ഞാൻ എൻ്റെ ഗോൾഡ് അങ്ങനെ വെറുതെ കളയുന്നതല്ല. എൻ്റെ ഗോൾഡ് സ്റ്റിക്ക് വേണം എനിക്ക്. വേണ്ട, ഇതിൽ നിന്ന് പൊട്ടിക്കണ്ട. ചേട്ടായി വരും, എന്നെ തല്ലിക്കൊല്ലും. എവിടെ സാധനം എടുക്ക്. അല്ല, എൻ്റെ കയ്യിൽ ഇതില്ലേ? അപ്പോൾ ഇതെന്തിനാ നേരത്തെ ഓർക്കണം? പിക്കാക്സ് അല്ലല്ലോ. ഇതെടുക്കുക. അങ്ങനെ നമ്മളിതുണ്ടാക്കും. പിന്നെ 4 ഇതും. അപ്പോൾ ചൂണ്ട ഉണ്ടാക്കാൻ പറ്റുമോ? വെയിറ്റ്, നമ്മൾ ഇത്ര ഇതുണ്ടാക്കി. ടോർച്ച് നമുക്ക് ഭയങ്കര നിർബന്ധമാണ്. പിക്കാക്സിനെക്കാട്ടിലും അല്ല. ഈ സാധനം ഇങ്ങനെ, അതല്ല, ഈ സാധനം ഇങ്ങനെ വെക്കുക. കണ്ട എങ്ങനെയാണ്? ഇതാണ് എൻ്റെ സൂപ്പർ ബുദ്ധി. അപ്പോൾ
നമ്മൾ ഈ സാധനം ഇത് പൊട്ടിച്ച് കളയാം. വെറുതെ ഇൻവെൻ്ററിയിൽ വെച്ച് ഇൻവെൻ്ററി പാസ്സാക്കല്ലാതെ ഇത് വെച്ച് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവും. ഇത് വെച്ച് അയൺ ഗോളം കണ്ടേ ഇല്ല കേട്ടോ. ശ്രദ്ധിച്ചില്ല കേട്ടോ. എന്ത് ബ്ലോക്കാ? പിക്കാക്സ് പൊട്ടിയോ? ആ സൗണ്ട് കേട്ടത് പിക്കാക്സ് പൊട്ടിയതായിരുന്നോ? വെറുതെ അല്ല. നമ്മുടെ കയ്യിൽ സ്റ്റിക്കില്ലെങ്കിൽ എന്തു ചെയ്യും? അതിന് മുന്നേ ഷെയർ ചെയ്യും. മാണിക്ക ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇതെന്താ കുരങ്ങോ? ഓ പൂച്ച. മത്തങ്ങ കണ്ണങ്ങ ഷിയേഴ്സ് ഉണ്ട്. ഒരു പടിക്ക് 2 പക്ഷി. 2 പൊന്നെ 3 പക്ഷിയോ? അയ്യോ സോറി. തന്നെ അടിക്കില്ല. ഇനി ഞാൻ തന്നെ ഷിയർ ചെയ്യുള്ളൂ. സോറി കേട്ടോ. കാണുമ്പോൾ തന്നെ എപ്പോഴും ഞാൻ അടിക്കുകയല്ലേ ചെയ്യാറ്. 2 ഒരു ഷീപ്പിൽ നിന്ന് കിട്ടിയോ? കട്ട് ചെയ്തു. 4 കിട്ടി. അപ്പോൾ എനിക്ക് 1 ബാലൻസ് ഉണ്ട്. ഇതാണ് ഷിയർ ചെയ്യുമ്പോൾ എന്താ പറയുക? ഓ ഭൂതം. മറ്റേ ഈ സാധനം. എൻ്റെ കയ്യിൽ എല്ലാം മത്തങ്ങ തലേന്ന് കിട്ടി. അല്ല അപ്പം നമുക്ക് അയൺ ഗോളത്തിന് ഉണ്ടാക്കാമല്ലോ. ഞാൻ അവിടെ ഒരു അയൺ ഉണ്ടായിരുന്നു, അയൺ ബ്ലോക്ക്. മറ്റേ അവിടെ വീട്ടിൻ്റെ ഉള്ളിൽ കിടക്കണേ അയൺ ഗോളത്തിന് ഉണ്ടാക്കാം നമുക്ക് പ്രൊട്ടക്ഷൻ. ഗൈസ് നമുക്ക് അയൺ ഗോളം അടുത്ത പാർട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ബൈ. എനിക്ക് ചാർജ് ചെയ്യാറായി.